കുഞ്ഞുമോൻ പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്. കണ്ണാറ സ്വദേശിയായ കുഞ്ഞുമോൻ ജോലി സംബന്ധമായ സൗകര്യത്തിനാണ് വരന്തരപ്പള്ളിയിൽ ഭാര്യയുമായി താമസമാക്കിയത്. 11 വയസ്സുള്ള കുട്ടിയാണ് ഇവർക്കുള്ളത്. ദിവ്യ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് കുഞ്ഞുമോൻ കഴിഞ്ഞ ദിവസം പിന്നാലെ പോയിരുന്നു. സുഹൃത്തിന്റെ ബൈക്കിൽ കയറിപ്പോകുന്നത് കണ്ടതിന് പിന്നാലെയാണ് വീട്ടിൽ വഴക്കുണ്ടാകുന്നതും ഭാര്യയെ കൊലപ്പെടുത്തുന്നതും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അവിഹിതം മൂലം നഷ്ടപ്പെടുന്നത് രണ്ടുപേരുടെ ജീവനാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊലപ്പെടുത്തും, മറ്റവര് ജയിലിൽ പോകും. ഇതാണ് ഇതുമൂലം സംഭവിക്കുന്നത്. ഈ ഒരു സംഭവം ഇപ്പം കൂടി വരികയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്താണ് ഇപ്പൊ ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു സംഭവം പോകുന്നത്. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കുഞ്ഞുമോനും ദിവ്യയും അവര് നല്ല സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി നല്ല പോലെ ജീവിച്ചു വന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. അവർ നല്ല രീതിയിൽ തന്നെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ആൾക്കാരായിരുന്നു. ഇവർക്ക് വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല, എങ്കിലും ഇവര് വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചു പോകുന്നത്. ഇവർക്ക് ഒരു മകനുണ്ട്, 11 വയസ്സുള്ള ഒരു മകനുമുണ്ട്. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. എന്താണ് സംഭവം എന്നുള്ളത് ഞാനൊന്ന് ചുരുക്കി പറയാം. ഈ പെൺകുട്ടി, അതായത് ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി, ഇവര് തൃശ്ശൂരിൽ തന്നെ ഒരു സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞുമോനാണെങ്കിൽ വേറൊരു സ്ഥലത്തുള്ള ആളാണ്. ഇവിടെ വന്ന് ഈ വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ഇവിടെ ജോലി ചെയ്ത് ഇവരൊരു വാടക വീടൊക്കെ എടുത്ത് താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വില്ലനായിട്ട് ഒരു ആൺ സുഹൃത്ത് കടന്നു വരുന്നത്. നമ്മൾ എപ്പോഴും കാണുന്നതാണ്, നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ തന്നെയുള്ള രംഗങ്ങളാണ് ഇപ്പൊ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി രാവിലെ ജോലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വെളുപ്പിനെ പോവുകയാണ്. ബസ്സിൽ കയറി പോകുന്ന വഴിക്ക് ഈ ഹസ്ബൻഡും ഈ ബസ്സിൽ കയറി. അവൻ പുറകിൽ ഇരിക്കുകയായിരുന്നു. ഇവൾ അറിഞ്ഞിരുന്നില്ല. ഇവൾ ബസ്സിൽ കയറി കുറച്ച് ചെന്നതിന് ശേഷം ഇവൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരു ആൺ സുഹൃത്തിന്റെ ബൈക്കിൽ കയറി ഇവൾ പോകുന്നു. ഇത് കണ്ടുപിടിച്ച ഈ ഭർത്താവ് വൈകിട്ട് ഈ പെൺകുട്ടി, ഈ ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് പെൺകുട്ടി സമ്മതിച്ചില്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും ഒടുവിൽ ഈ പെണ്ണിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു. കഴുത്ത് ഞെരുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഭർത്താവ് നാട്ടുകാരോടും അവരുടെ ബന്ധുക്കാരോടും പറഞ്ഞത് നെഞ്ചുവേദന മൂലം മരണപ്പെട്ടു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഇതിന്റെ അകത്ത് ട്വിസ്റ്റ് പോലീസുകാർക്ക് പിന്നാണ് കിട്ടിയത്. എന്തായാലും വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്കുക. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപത്തെ വാടക വീട്ടിൽ ഇന്നലെ വൈകിട്ടാണ് ദിവ്യ എന്ന 34-കാരി മരിച്ച വിവരം ഭർത്താവ് കുഞ്ഞുമോൻ അയൽവാസികളെ അറിയിക്കുന്നത്. ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചെന്നായിരുന്നു കുഞ്ഞുമോൻ പറഞ്ഞത്. രാവിലെ പോലീസ് എത്തി നടത്തിയ ഇൻക്വസ്റ്റിലാണ് യുവതിയുടെ കഴുത്തിൽ പാടുകൾ കണ്ടത്. തുടർന്ന് കുഞ്ഞുമോനെ വിശദമായി ചോദ്യം ചെയ്തതിലാണ് കൊലപാതക വിവരം പുറത്തു വന്നത്. കുഞ്ഞുമോൻ പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്. കണ്ണാറ സ്വദേശിയായ കുഞ്ഞുമോൻ ജോലി സംബന്ധമായ സൗകര്യത്തിനാണ് വരന്തരപ്പള്ളിയിൽ ഭാര്യയുമായി താമസമാക്കിയത്. 11 വയസ്സുള്ള കുട്ടിയാണ് ഇവർക്കുള്ളത്. ദിവ്യ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് കുഞ്ഞുമോൻ കഴിഞ്ഞ ദിവസം പിന്നാലെ പോയിരുന്നു. സുഹൃത്തിന്റെ ബൈക്കിൽ കയറിപ്പോകുന്നത് കണ്ടതിന് പിന്നാലെയാണ് വീട്ടിൽ വഴക്കുണ്ടാകുന്നതും ഭാര്യയെ കൊലപ്പെടുത്തുന്നതും. ആദ്യം പ്രതി കൊലപാതകം ഒളിപ്പിക്കാൻ നോക്കിയെങ്കിലും പോലീസ് എത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് കുഞ്ഞുമോനെ പിടിവീഴുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് സംഭവം. ഈ പെൺകുട്ടികൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇന്നലെ കാണുന്ന ഒരുത്തന്റെ കൂടെ ബൈക്കിൽ കയറി കറങ്ങുക, വീട്ടിൽ ഒരുത്തന്നെ കല്യാണം കഴിച്ചിട്ട് അവൻ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു രസവും ഇതും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ വരുന്ന ആൺ സുഹൃത്തിന് കിട്ടുന്ന രസവും സുഖവും വിചാരിച്ച് നിങ്ങൾ അവിടെ പോകുമ്പോൾ വീട്ടിൽ ഒരുത്തനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. അവനെ ചതിച്ചിട്ട് നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നത് നല്ല കാര്യമൊന്നുമല്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ കറുവേപ്പില പോലെ എടുത്തെറിയുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഇവനെ കാണത്തുള്ളൂ. അത് ചതിയാണെങ്കിൽ, അങ്ങനെ ഒരു അവിഹിതമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി പോലീസിന് ഇവളുടെ ഫോൺ പരിശോധിച്ചാൽ, ഈ ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചാൽ മനസ്സിലാകും ഇവൾ എന്തെങ്കിലും ഇതുപോലത്തെ ഉള്ള കുലിശിത പരിപാടി വരെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവും. അതല്ല ഇവൻ ഇനി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണ് എങ്കിൽ ഇവന് നല്ല ശിക്ഷ തന്നെ കൊടുക്കുകയും വേണം. ഇപ്പോഴെന്തായാലും ഇവൻ ചെയ്ത കാര്യത്തെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല. ഇവൻ ചെയ്തത് ഇച്ചിരി കൂടിയെന്നല്ല അധികമായി പോയി. ഇവൻ ചെയ്യേണ്ട കാര്യമൊന്നും അല്ലായിരുന്നു ഇത്. അവളെ കൊലപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇവൻ വേണ്ടായെങ്കിൽ അത് ഉപേക്ഷിച്ച് കളയാമായിരുന്നു. അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ പിന്നെ ഇവക്ക് ചെലവിന് കൊടുക്കണം. അതൊക്കെ വരുന്ന കാര്യം തന്നെയാണ്. ഇവള് വേറൊരുത്തന്റെ കൂടെ പോവുകയും അവക്ക് പിന്നെ ഇവൻ തന്നെ ചെലവിന് കൊടുക്കേണ്ട കാര്യമൊക്കെ അതൊരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും അവന് തന്നെ ആയിരിക്കും നഷ്ടം എന്നുള്ളത് ഒരു ശരിയായിട്ടുള്ള ഇതാണ്. ഇവൻ ചിലപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കണം ഇവന് പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൽ ഇവൻ ഇങ്ങനെ ചെയ്തത്. എന്തായാലും ഇവൻ ചെയ്തതിനെ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. പിന്നെ ഇവൻ ബൈക്കിൽ പോയി എന്ന് പറയുന്ന സ്ഥലത്ത് CCTV ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോലീസ് പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇല്ല എങ്കിൽ ഇത് പറയുന്നതൊക്കെ തെറ്റാണ്, ഈ കഥകളൊന്നും ഇങ്ങനെയൊന്നും ഇല്ല എന്ന്
പിന്നെ ഒരു കാലത്ത് ഇപ്പൊ ഇവരുടെ വീട്ടുകാരായിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിനുമൊക്കെ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന അമ്മയെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി എന്ന രീതിയിലായി മാറും. അതുകൊണ്ട് തന്നെ CCTV-കൾ ഒന്ന് പരിശോധിക്കണം പോലീസ്. ഇവൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് നമുക്ക് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റത്തില്ല. അത് പുറത്തു വരേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോഴിതാ അവരുടെ വീട്ടിൽ തന്നെ, ഈ പറയുന്ന ദിവ്യയുടെ വീട്ടിൽ തന്നെ ദിവ്യയുടെ ഈ സഹോദരന് ബൈക്ക് ആക്സിഡന്റ് പറ്റിയിരിക്കുകയാണ്. വലിയൊരു ദുരന്തം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു സൈഡില് മകള് മരണപ്പെടുന്നു, ഒരു സൈഡില് സഹോദരന് ഇങ്ങനെ സംഭവിക്കുന്നു. എന്താണല്ലേ? ദിവ്യയുടെ മരണം ഏൽപ്പിച്ച ആഘാതത്തിന് പുറമെ ആ വീട്ടിലേക്ക് മറ്റൊരു ദുരന്തം കൂടി എത്തിയിരിക്കുന്നു. വരന്തരപ്പള്ളിയിൽ കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരന് വാഹനാപകടത്തിൽ ഗുരുതര പരിക്ക്. ദിവ്യയുടെ ഏക സഹോദരൻ വെട്ടിങ്ങപ്പാടം സ്വദേശി ദിബീഷിനാണ് പരിക്കേറ്റത്. വൈകിട്ട് 6 മണിയോടെ ദിബീഷ് സഞ്ചരിച്ച സ്കൂട്ടർ കാറിലിടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ദിബീഷ് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവിടെ ഈ ദിവ്യ ചെയ്തത് ഒരു അവിഹിതമാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്തത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ല. കാരണം 11 വയസ്സുള്ള ഒരു മകനുണ്ട് ഇവർക്ക്. അതുമാത്രവുമല്ല, ഇവരെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ട്. അവർ ജീവിക്കാൻ വേണ്ടി ജോലിക്കാരി സംബന്ധമായിട്ട് അവിടെ വന്ന് വീടെടുത്ത് വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയാണ്. അന്നേരമാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ആൺസുഹൃത്തുമായിട്ടൊരു ബന്ധവും ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഇവൻ ഇനി സംശയരോഗം മാത്രമാണോ എന്നുള്ളതും ഇനി പോലീസിലൊക്കെ പരിശോധിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. ചിലപ്പം ചിലര് പിന്നെ വഴി വെച്ച് കണ്ട് വൈക്കെ കൊണ്ടുപോയി അങ്ങനെ വല്ലതാണോ ഒന്നും അറിയത്തില്ലല്ലോ. അത് എല്ലാം അങ്ങനെ അങ്ങോട്ട് പറയാനും പറ്റത്തില്ലല്ലോ. നമ്മളെല്ലാ വശത്തു നിന്ന് നോക്കേണ്ടത് കൊണ്ട് തന്നെ ഇവന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ഇവന് നല്ലത് തന്നെ കിട്ടണം. ഇനി ഈ പെങ്കൊച്ച് എന്തായാലും അത് മരണപ്പെട്ടു പോയി, അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഇനിയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് മനസ്സിലാക്കണമായിരുന്നു, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. പക്ഷെങ്കിൽ അത് അന്നേരത്തെ ആ ഒരു ചോരത്തിളപ്പിലോ അതല്ലെങ്കിൽ ഇതാരും കാണത്തില്ല എന്നുള്ള ഒരു ചിന്തയിലോ ചെയ്തു പോയതാണ്. അതും ബസ്സിൽ കയറിയിട്ട് കുറെ ദൂരം ചെന്നിട്ടാണ് അവിടുന്ന് ഇറങ്ങി അവന്റെ കൂടെ ബൈക്കിന് പോകുന്നത്. ഇത് ഈ പുറകിൽ ഇവൻ ബസ്സിൽ കയറി ഇരുന്നുകൊണ്ട് കൂടെ പോയിട്ടാണ് ഇവൻ ഇത് മനസ്സിലാക്കിയത്. അത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ അവള് പറഞ്ഞു കാണും, പോയില്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, എനിക്കിതൊന്നും അറിയത്തേ ഇല്ലല്ലോ, നിങ്ങൾ കഥ ഉണ്ടാക്കി പറയുകയാണ് എന്നൊക്കെ ചിലപ്പോൾ അവള് പറഞ്ഞു കാണും. ആ ദേഷ്യത്തിന് ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്തു പോയത്. എന്തുവായാലും അവനെ ഒട്ടും ന്യായീകരിക്കാനൊന്നുമില്ല. അവൻ ചെയ്തത് പക്ക തെണ്ടിത്തരം തന്നെയാണ്. അവന് വേണ്ടായിരുന്നുവെങ്കിൽ വീട്ടുകാരെയൊക്കെ വിളിച്ച് വരുത്തി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാമായിരുന്നു. അല്ലെങ്കിൽ അത് പറഞ്ഞ് എന്താന്ന് വെച്ചാൽ അത് നേരെ ആക്കാമായിരുന്നു. എന്തുവായാലും എന്താ, രണ്ടുപേരുടെയും ജീവിതം കഥാഹുവ ആയിട്ടുണ്ട്. ആ കൊച്ചു കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ വിഷമം. എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായി കമന്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.